ചില ആൾക്കാരുടെ ലൈഫ് നമ്മൾ വളരെ വൈകിയായിട്ടായിരിക്കും അറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അയൺ ലങ് മാൻ എന്ന് വിളിക്കുന്ന പോൾ അലക്സാണ്ടർ, ഇവർ മരണവാർത്ത കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ട സമയത്ത് ഒരു വലിയൊരു സിലിണ്ടറിൻ്റെ അകത്ത് തല മാത്രം പുറത്ത് വെച്ചിട്ട്, ഒരു തലാണയിൽ തല മാത്രം പുറത്ത് വെച്ച് ഈ ഫോട്ടോയിൽ കണ്ടറിയാം വെച്ച് ഇങ്ങനെ 78 വർഷം ജീവിച്ച പോൾ അലക്സാണ്ടർ എന്നൊരു വ്യക്തി. അത് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ ഈ ആൾക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ കൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത്, നമ്മൾ ലൈഫിൽ എന്ത് തരം സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ശക്തമാണെങ്കിൽ എങ്ങനെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതിൻ്റെ ഒരു വല്ലാത്തൊരു എക്സാമ്പിളാണ് ഈ പോൾ അലക്സാണ്ടർ. ഇദ്ദേഹം 1952 ജനിക്കുന്നത്. ജനിച്ച് 6 വർഷം കഴിഞ്ഞപ്പം പോളിയോ ഡിറ്റക്റ്റ് ചെയ്യാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പോളിയോയ്ക്ക് മരുന്നില്ല. പോളിയോ ഒരു വല്ലാത്തൊരു ഭീകരമായൊരു ഡിസീസാണ് എന്ന് കരുതപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്നത്. വാക്സിനേഷൻ ഇല്ല. ആ സമയത്ത് നമ്മൾ സാധാരണ എല്ലാ കുട്ടികളെയും പോലെ 6 വയസ്സായി ഈ ഒരു കുട്ടി ബാക്ക് യാർഡിൽ നിന്ന് എന്തോ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ വരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയപ്പം അമ്മ പറയുന്നുണ്ട് ഈ പോളിൻ്റെ അടുത്ത്, അയ്യോ നിനക്കിത് വന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത് മോന് പോളിയോ വന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ പോളിയോയ്ക്ക് അന്ന് ചെയ്യുന്നത് ഈ പറയുന്ന ഈ പോൾ അലക്സാണ്ടറിന് പിന്നീട് യാതൊരു മൂവ്മെൻറ്റ്സും ഇല്ല. ബോഡി മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി ലോസ്റ്റായി. ബ്രീത്തിങ് അടക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സിലിണ്ട്രിക്കൽ ടൈപ്പ് ലങ്സ്, അയൺ ലങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അന്ന് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ മനുഷ്യനിപ്പം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആളെ കിടത്തിയിട്ട് തല മാത്രമായിരിക്കും പിന്നെ പുറത്തുണ്ടാവുക. ചെസ്റ്റിൻ്റെ മുകളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്ത് ആ വാക്വം വരുന്ന സമയത്ത് ഒരു പ്രഷർ ഫീൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബ്രീത്തിങ് സിമുലേഷൻ ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഇവർ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 വയസ്സായ പോളിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് കുട്ടികൾ അയൺ ലങ്ങിൽ ആ റൂമിലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഓരോ ദിവസവും ഈ കിടപ്പിൽ തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നതിനിടയിൽ ഓരോ ആളായിട്ട് പോവുക. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിചാരിക്കുന്നത് ഈ അയൺ ലങ്ങിനകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അധികകാലം ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ റൂമിനകത്തുള്ള എല്ലാ കുട്ടികളും ഓരോരാളായിട്ട് പോകുമ്പം പോളിനോട് തന്നെ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ മാത്രം മരിക്കുന്നില്ല, എന്താ ഞാൻ മാത്രം ബാക്കിയായത്, എൻ്റെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ റൂമിലുണ്ടായിരുന്ന അയൺ ലങ്ങിനകത്തുള്ള എല്ലാവരും പോയി, ഇദ്ദേഹം മാത്രം ബാക്കിയായിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ക്രിസ്മസ് വരാൻ നേരത്ത് പിന്നെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. വീട്ടിലൊന്ന് പോയാലോ? അപ്പോൾ അച്ഛനും അമ്മയും വന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്കും വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ, അപ്പോൾ ഈ അയൺ ലങ്ങോട് കൂടെ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇത് എങ്ങനെ കൊണ്ടുപോയി എങ്ങനെ ശരിയാവുന്നത്. പക്ഷേ അച്ഛനും അമ്മയും ഉറപ്പായിട്ട് തന്നെ പറയും, ഡിറ്റർമൈൻഡായിട്ട് പറയും, ഇല്ല വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാം. അങ്ങനെ ഇദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു. പിന്നീട് ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ബോഡി പാർട്സ് ഒന്നും അനങ്ങൂല, എല്ലാം ടോട്ടലി ഇമ്മൊബൈലാണ്. എന്നാൽ എന്തെങ്കിലും എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നതോടുകൂടി നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ആരെങ്കിലും ഒരാൾ പറയുമ്പം അത് ചെയ്ത് തന്നെ കാണിക്കണം എന്ന് പോൾ വിചാരിക്കുന്നു. അങ്ങനെ സ്റ്റഡീസിൽ ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലെത്തി ലോയിൽ ഡിഗ്രി എടുക്കുന്നു. പിന്നീട് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഫിനാൻഷ്യലി വെൽ സ്റ്റേബിൾ ആവുന്നു. അങ്ങനെ ഇപ്പം 78ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. ഇതിനിടയിൽ പോൾ ഒരു മെമ്മോയർ എഴുതുന്നുണ്ട്. തൻ്റെ ഫുൾ അനുഭവം വേറൊരാളോട് പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്ത് അത് എഴുതുന്നുണ്ട്. പോളിൻ്റെ ബ്രദർ ഈ മരണശേഷം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അദ്ദേഹം ഒരു കോമൺ ആരെ പോലെയുമുള്ള ഒരു ബ്രദർ തന്നെയായിരുന്നു. നമ്മൾ തമാശ പറയും, ചിരിക്കും, കളിക്കും. അപ്പോൾ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പോലും ഒരു എക്യുപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് കേട്ടു, ഈ ഒരു എക്യുപ്മെൻറ്റ് പഴയതാണല്ലോ, 1950s ഉണ്ടായിരുന്നതാണല്ലോ, അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ഈ പുതിയ ഒരു വെൻറ്റിലേഷൻ അങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് എന്താ മാറാത്തതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് കംഫർട്ടബിൾ ആയി. അതുപോലെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, മെക്കാനിക്കാണ്, അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ വെച്ച് ശരിയാക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാൻ തന്നെ സ്വയം ബ്രീത്ത് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഈ ഒരാൾ, മൊത്തത്തിൽ അനങ്ങാൻ പറ്റാതിരുന്ന ഒരാൾ പുസ്തകം എഴുതി
ലോയിൽ ഡിഗ്രി എടുത്തു, വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തു, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു. ഈ അവസാന കാലഘട്ടത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് അതും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയൊക്കെ പുള്ളി പൈസ കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരാൾ ഇത്രയും ഡീസൻ്റ് ആയിട്ട് 78 വർഷം ഹാപ്പി ആയിട്ട് ജീവിച്ചു. പോളുടെ ബ്രദർ പറയുന്നത്, എനിക്ക് എൻ്റെ ബ്രദർ നോർമൽ ഒരാളെ പോലെ ആയിരുന്നു, വേറൊരു ഞങ്ങൾ ചിരിക്കും, ഞങ്ങൾ തമാശ പറയും, കളിക്കും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോളിൻ്റെ ഇൻ്റർവ്യൂസിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു വാചകം ആൾ പറഞ്ഞത്, എൻ്റെ പാരൻസ് എന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിലും ദൈവം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാണ് പാരൻസിലൂടെ ഇങ്ങനെയും ക്വാളിറ്റിയുള്ള മനുഷ്യർക്ക് ഈ ലോകത്തിൽ ഉണ്ടാവാൻ പറ്റും. അതുപോലെ ഈ പോളുടെ തലയുടെ മുകളിൽ തന്നെ കണ്ണാടി വെച്ചിട്ടുണ്ട്. കാരണം ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നത് കാണണമെങ്കിൽ ഈ കണ്ണാടിയിലുള്ള റിഫ്ലക്ഷനിലാണ് കാണുന്നത്. ആ തൊട്ട് ബാക്കിൽ തന്നെ പാരൻസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു എക്സാമ്പിളാണ്. നമ്മൾ ശരിക്കും നമ്മുടെ കാട്ടിലും കഷ്ടപ്പെട്ടവരെ നോക്കി നമ്മൾ മോട്ടിവേഷൻ എടുക്കുക എന്നുള്ളത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ ഇതുപോലെയുള്ള ലൈഫ് ബ്രീത്ത് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയിൽ പോലും മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും എന്ന് കാണിച്ചു തരുന്ന പോൾ. ഇതുപോലെ ഒരുപാട് ലൈഫ് ഉണ്ടാകും നമ്മുടെ ചുറ്റിലും, പക്ഷെ പലതും നമ്മൾ വളരെ ലേറ്റ് ആയിട്ടൊക്കെയാണ് അറിയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ദ അയൺ ലങ് മാൻ എന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും നാളെ മറ്റൊരു വിഷയമായിട്ട് കട്ടൻ ടോക്സിൽ കാണാം.